നമ്മളെല്ലാവരും ബി പി നോക്കാറുണ്ട്. പക്ഷേ ഈ ബി പി വാല്യൂവിന്റെ ഇടയിൽ നമ്മളിൽ 99% ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു രഹസ്യ നമ്പർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ രഹസ്യ നമ്പർ ഹൃദയത്തിന്റെയും രക്തധമനികളുടെയും ആരോഗ്യം പ്രവചിക്കുന്ന ഒന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാത്തത്? നമുക്ക് നോക്കാം. ബി പി സാധാരണഗതിയിൽ നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൽ മുകളിൽ ഒരു നമ്പർ ഉണ്ടാവും, താഴെ ഒരു നമ്പർ ഉണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 160/90. ഈ മുകളിലുള്ള സംഖ്യ അഥവാ സിസ്റ്റോളിക് ബി പി ഹൃദയം പമ്പ് ചെയ്യുന്ന സമയത്തെ ബി പിയും, താഴെയുള്ള നമ്പർ ഡയാസ്റ്റോളിക് ബി പി ഹൃദയം പമ്പിങ്ങിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്തെ ബി പിയാണ്. ഇനി നമ്മൾ പറയുന്ന മാജിക് നമ്പറിന്റെ പേരാണ് പൾസ് പ്രഷർ. അതെങ്ങനെയാണ് കണക്ക് കൂട്ടുക? ഞാൻ ഈ പറഞ്ഞ മുകളിലെ സിസ്റ്റോളിക് ബി പി നമ്പറിൽ നിന്ന് താഴെയുള്ള ഡയാസ്റ്റോളിക് ബി പി നമ്പർ മൈനസ് ചെയ്യുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 160/90 ആണ് നിങ്ങളുടെ ബി പി എങ്കിൽ 160 നിന്നും ഈ 90 കുറച്ചാൽ എത്രയാ കിട്ടുക? 70. ആ 70 ആണ് നിങ്ങളുടെ പൾസ് പ്രഷർ. ഇനി ഈ പൾസ് പ്രഷർ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനം നമ്മുടെ രക്തധമനികളുടെ കട്ടി, സ്റ്റിഫ്നെസ് ഇതിൽ നിന്നും മനസ്സിലാവും. ചെറുപ്രായത്തിലുള്ള രക്തധമനികൾ വളരെ ഇലാസ്റ്റികത ഉള്ളതായിരിക്കും. ഹൃദയം ഇടിക്കുന്ന സമയത്ത് അത് വികസിക്കും, ഹൃദയം റിലാക്സ് ചെയ്യുമ്പോൾ അത് ചുങ്ങിപ്പോകും. എന്നാൽ നിങ്ങൾക്ക് പ്രായം കൂടുന്നതായിരിക്കാം, രക്തധമനികൾ കട്ടി കൂടുകയാണ്. അത് കാരണം ഹൃദയം മിടിക്കുന്ന സമയത്ത് മുകളിലെ ബി പി വളരെ കൂടുതലും താഴെയുള്ള ബി പി കുറവായിരിക്കും. രണ്ടാമത്തത്, ഈ പൾസ് പ്രഷർ എന്നുള്ള വാല്യൂ ഹാർട്ട് അറ്റാക്കിന്റെയും സ്ട്രോക്കിന്റെയും ഹാർട്ട് ഫെയിലിയറിന്റെ ഒക്കെ സാധ്യത പ്രവചിക്കുന്ന പറയാം. അതെങ്ങനെയാണ്? പൾസ് പ്രഷർ കൂടുന്ന സമയത്ത് രക്തധമനികൾ സ്റ്റിഫായി നിൽക്കുന്നുണ്ടാവും. പൾസ് പ്രഷർ കുറയാണെങ്കിൽ നമ്മുടെ അവയവങ്ങളിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞിട്ടുണ്ടാവും. മൂന്നാമത്തത്, നമ്മുടെ പൾസ് പ്രഷർ എന്ന് പറയുന്ന ഈ വാല്യൂ വളരെ കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അത് കൊച്ചു കൊച്ചു രക്തധമനികളിൽ കടുത്ത പ്രഷർ ഉണ്ടാക്കും. തലച്ചോറിനെ ബാധിക്കും, മറവി രോഗം ഉണ്ടാക്കും, സ്ട്രോക്ക് ഉണ്ടാക്കും, കിഡ്നിയെ ബാധിക്കും, കണ്ണിലെ രക്തധമനികളെ ബാധിക്കും, ഹാർട്ടിനെ ബാധിക്കും. എന്നാൽ ഈ പൾസ് പ്രഷർ വളരെ കുറഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ അതിനർത്ഥം ശരീരത്തിലെ പ്രധാന അവയവങ്ങളിലേക്ക് രക്തോട്ടം കുറയുന്നതാണ്. അത് കാരണം ഈ അവയവങ്ങളിൽ ഓക്സിജൻ കിട്ടാതെ വരികയാണ്. നാലാമത്തെ കാര്യം, നമ്മുടെ ഏതൊരു വ്യക്തിയുടെയും രക്തധമനികൾക്ക് വരുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായം മനസ്സിലാക്കാൻ പൾസ് പ്രഷർ നോക്കിയാൽ മതി. പൾസ് പ്രഷർ വല്ലാതെ കൂടുകയാണെങ്കിൽ നമ്മുടെ രക്തധമനികളുടെ പ്രായം കൂടി നിങ്ങൾ കൂട്ടിയാൽ മതി. ഇനി നമുക്ക് നോർമൽ പൾസ് പ്രഷർ എത്തുന്ന നോക്കാം. അത് സാധാരണഗതിയിൽ 40ന്റെയും 60ന്റെ ഇടയിലായിരിക്കും. ഇനി കൂടിയ പൾസ് പ്രഷർ അഥവാ വൈഡ് പൾസ് പ്രഷർ എന്ന് പറയും. അത് പൾസ് പ്രഷർ 70ന്റെ മുകളിലേക്ക് എത്തുമ്പോഴാണ്. ഇങ്ങനെയുള്ളവരുടെ രക്തധമനികൾ ഭയങ്കര സ്റ്റിഫായിരിക്കും. രക്തധമനികളുടെ ആരോഗ്യം കുറഞ്ഞിട്ടുണ്ടാവും. ഹാർട്ട് അറ്റാക്ക് വരാനും സ്ട്രോക്ക് വരാനും ഹാർട്ട് ഫെയിലിയർ സംഭവിക്കാനും 4 ഇരട്ടിയിലധികം റിസ്ക് ഉണ്ടാവും. കൃത്യമായ ചികിത്സ വേണ്ട സാഹചര്യമാണ്. ഇനി വളരെയധികം കൂടിയ പൾസ് പ്രഷർ എന്ന് പറയും വെരി വൈഡ് പൾസ് പ്രഷർ. ഏകദേശം ഒരു 80നും 90നും ഇടയിലാണെങ്കിൽ എമർജൻസി ആയിട്ട് ഇടപെടണം. കാരണം പെട്ടെന്ന് അറ്റാക്കും സ്ട്രോക്കും വരാനുള്ള റിസ്ക് വളരെ വളരെ കൂടുതലാണ്. ഇനി പൾസ് പ്രഷർ വല്ലാതെ കുറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. നാരോ പൾസ് പ്രഷർ എന്ന് പറയാം. 40ൽ കുറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ബി പി കുറയുന്ന സാഹചര്യം ഉണ്ടാവും, ഷോക്ക് ഉണ്ടാവും, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവും. അതും അപകടമാണ്. ഇനി ഈ പൾസ് പ്രഷർ കൂടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ആർക്കൊക്കെയാണ്? പ്രധാനമായിട്ടും പ്രായാധിക്യം കാരണം, രക്തധമനികളിൽ ബ്ലോക്ക് വരുന്നത് കാരണം, പ്രമേഹം കാരണം, ബി പി കാരണം, കിഡ്നിയുടെ അസുഖങ്ങൾ കാരണം, ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം, സ്മോക്കിംഗ് കാരണം, അമിതവണ്ണം കാരണം, രക്തധമനികളിലെ നീർക്കെട്ട് കാരണം ഇവർക്കൊക്കെ പൾസ് പ്രഷർ കൂടുതലായിരിക്കും. ഈ പൾസ് പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? കൃത്യമായ വ്യായാമം, കാർഡിയോ എക്സർസൈസുകൾ, മസിൽ എക്സർസൈസുകൾ, മെഡിറ്ററേനിയൻ ഡയറ്റ് ഉപയോഗിക്കാം, പൊട്ടാഷ്യം ഉപയോഗിക്കാം, മഗ്നീഷ്യം വേണം, ഒമേഗ 3 ഫാറ്റി ആസിഡ് വേണം, ബീട്രൂട്ട് ജ്യൂസ്, ഡാർക്ക് ചോക്ലേറ്റ്, അമിതഭാരം കുറയ്ക്കുക, സ്മോക്കിംഗ് ഉപേക്ഷിക്കുക, കൃത്യമായ ഉറക്കം ഉറപ്പുവരുത്തുക. ചില ആളുകൾക്കൊക്കെ മരുന്ന് ചികിത്സ വേണ്ടി വരും. അതുകൊണ്ട് ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ബി പി നോക്കുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങളുടെ പൾസ് പ്രഷർ കണക്ക് കൂട്ടിയെടുക്കുക. അത് ഒരിക്കൽ മാത്രം പോരാ, ഓരോ വർഷം നിങ്ങളുടെ പൾസ് പ്രഷർ കൂടുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കുക, ട്രാക്ക് ചെയ്യുക.